أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أبوه عبد الله عبد المطلب وهاشم عبد مناف ينتسب. നമ്മൾ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയെക്കുറിച്ചാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ അദ്നാൻ വരെയുള്ള 40ഓളം ഉപ്പാപ്പമാരുണ്ടെന്നാണ് പറയുന്നത്. അദ്നാൻ വരെയുള്ള 40ഓളം ഉപ്പാപ്പമാർ ഉണ്ട്. അദ്നാൻ മുതൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ഉപ്പാപ്പമാരുടെ എണ്ണം 20. ഈ 20 എണ്ണം വരെ നമുക്ക് പഠിക്കൽ നിർബന്ധമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ചരിത്രകാരന്മാർക്ക് അഭിപ്രായ ഭിന്നതയുണ്ട്. എന്നിരുന്നാലും കാണാതെ പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ വരെയുള്ള ഉപ്പാപ്പമാരെ പഠിച്ചു വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള അറബി ഗോത്രങ്ങളെ കുറിച്ചിട്ടുള്ള ചെറിയ ഒരു സംക്ഷിപ്ത വിവരണമാണ്. എത്ര വിഭാഗമായി നാം തിരിച്ചിട്ടുണ്ട്? 3 വിഭാഗമായിട്ട് നാം തിരിച്ചിട്ടുണ്ട്. അതായത് ചരിത്രകാരന്മാർ അറബികളെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് അൽ അറബുൽ ബായിദ, മറ്റൊന്ന് അൽ അറബുൽ ആരിബ, മറ്റൊന്ന് അൽ അറബുൽ മുസ്തഅരിബ. അൽ അറബുൽ ബായിദയെക്കുറിച്ചും അൽ അറബുൽ ആരിബയെക്കുറിച്ചും നാം പറഞ്ഞു കഴിഞ്ഞു. ഇനി അൽ അറബുൽ മുസ്തഅരിബ എന്ന് പറയുന്ന അൽ അറബുൽ മുസ്തഅരിബ എന്ന് പറയുന്നതായ വിഭാഗത്തെക്കുറിച്ചാണ്, അഥവാ ഈ കഹത്താനി അറബികളല്ലാത്ത അദ്നാനി അറബികളുടെ പരമ്പര ചെന്നെത്തുന്നത് ആരിലേക്കാണ്? മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്കാണ് കേട്ടോ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്കാണ് അദ്നാൻ അറബികളുടെ പരമ്പര ചെന്നെത്തുന്നത്. കാരണം ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിലൂടെ ഉടലെടുത്തതായ അറബി ഗോത്രങ്ങൾക്കാണ് അൽ അറബുൽ മുസ്തഅരിബ എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു വന്നത്. നമുക്ക് നോക്കാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലേക്കാണ് ഇവരുടെ പരമ്പര പോകുന്നതെന്ന് പറഞ്ഞു. ഇന്നത്തെ അറബികളുടെ, അതായത് അദ്നാനി അറബികളുടെ പരമ്പര ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലേക്കാണ് പോകുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഭാര്യ ഹാജറ ബീവി റളിയല്ലാഹു അൻഹായെയും മക്ക മരുഭൂമിയിൽ തരിശായി കിടന്നിരുന്ന, ആൾ താമസമില്ലാതെ വിജനമായി കടന്നിരുന്ന അക്കാലത്തുള്ള കാബ കരിയിൽ, അതായത് ആ പ്രദേശത്ത് അവരെ താമസിപ്പിച്ചുകൊണ്ട്. അല്ല സുഹൃത്തുക്കളെ, കേൾക്കുന്നില്ലേ? ഹലോ, ശബ്ദം കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കട്ടായോ? ഹലോ ഹലോ മാരിക്കുന്ന പ്രമാണങ്ങൾ മുഖേന നമുക്ക് 4 യാത്രകളാണ് മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനെ കാണാൻ വേണ്ടി വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 3 യാത്രകൾ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു യാത്ര പരിശുദ്ധ ഖുർആനിലൂടെ നമുക്കറിയാം, സുപ്രസിദ്ധമായ സംഭവമുണ്ട്. അതെ, എന്താണ് സംഭവം? ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ സ്വപ്നം കണ്ടല്ലോ. ആ സമയത്ത് ഇസ്മായിൽ എന്ന് പറയുന്ന ഒരൊറ്റ മകൻ മാത്രമേ ഉള്ളൂ.
ഇസ്മായിൽ നബിയെ അറുക്കുന്നതായിട്ട് സ്വപ്നം കണ്ട സംഭവം എന്താണത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. കണ്ടോ, ഈ സംഭവം നമുക്കറിയാം. തൻ്റെ പൊന്നോമന മകനെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വപ്നം കാണുകയാണ്. ഹലോ സുഹൃത്തുക്കളെ, കേൾക്കുന്നില്ലേ? ഇടയ്ക്കൊന്ന് പൂവിടണേ, കാരണം ഇവിടെ കട്ടാൽ അറിയില്ല, കട്ടായി കളിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വപ്നം കാണുകയാണ്. എന്താ പറഞ്ഞത് ഇവിടെ ആയത്തിൽ? ഫലമ്മാ ബലഗ മാഹു സഅയ, എണീറ്റ് നടക്കാൻ പ്രായമായപ്പോഴേ, അപ്പം കുട്ടിപ്രായമാണ്, യുവാവായിട്ടില്ല, ചെറുപ്രായത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. കാല, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക്. പൊന്നോമന മകനെ, യാ ബുനയ്യ, എൻ്റെ പൊന്നോമന മകനെ. ആ ഒരു മകൻ മാത്രമാണ് ആ സമയത്തുണ്ടായിരുന്നത്. കാരണം ഈ ആയത്തിൻ്റെ അവസാനത്ത് എന്ത് പറയുന്നുണ്ട്? വബശ്ശർനാഹു ബി ഇസ്ഹാഖ എന്ന് പിന്നീടാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല ഇബ്രാഹിം നബിക്ക് നൽകുന്നത്. ആദ്യത്തെ ഏകജാതനായ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം മാത്രമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇന്നി അറാഫിൽ മനാമി, ഞാൻ സ്വപ്നത്തിൽ കാണുന്നു മകനെ, അന്നി അദ്ബഹുക്ക്, നിന്നെ ഞാൻ അറുക്കുന്നതായിട്ട് കാണുന്നു. അല്ലേ, പഴയ കാലത്തൊക്കെ ഇങ്ങനെ പാട്ട് കേട്ടില്ല സുഹൃത്തുക്കളെ? പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പിന്നെ മകന് ഇബ്രാഹിം നബി സ്വലാമിൻ്റെ മകൻ ഇസ്മായിൽ നബി അറുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ല നല്ല പാട്ടുകളൊക്കെ പഴയ കാലത്തുള്ള പാട്ടിൻ്റെ പ്രത്യേകത അതാണ്. ആ പാട്ടിൽ വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം കാല ഇന്നി അദ്ബഹുക ഫൻളുർ മാതാ തറ, എന്താണ് എൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ച് അല്ലേ. കമഴ്ത്തി കിടത്തി മണ്ണിൽ ഇസ്മായിൽ നബിയോരെ കഴുത്തറുത്തിടുവാനായി ഉയർത്തി കത്തി തുടങ്ങിയ പാട്ടുകൾ നമുക്ക് വളരെ സുപ്രസിദ്ധമാണ്. നമ്മുടെ പിന്നെ പഴയകാല മാപ്പിള പാട്ടുകളിലൊക്കെ ഈ സംഭവം ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറുത്തതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവം. അപ്പം കാലയ അബത്തി, ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹി സ്വലാം പറഞ്ഞു, യാ അബത്തി, ഉപ്പ, ഇഫ്അൽ മാ തുഉമർ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് എന്തോ അത് ചെയ്തുകൊള്ളൂ. അബൂ സുഫ്യാൻ ഉസ്താദ് പാടാൻ പറയുന്നു. എനിക്ക് പാടാൻ അറിയില്ല ഉസ്താദെ. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. മലർപ്പെട്ടി പോലെ പോറ്റി വളർത്തുമ്പോൾ ഓരോ നാളിൽ ഉറങ്ങുമ്പോൾ നബിക്കല്ലാക്കിനാവു കാട്ടി. നബിതൻ കുരുന്നിസ്മായിലിനെ അറുക്കും മട്ടിൽ അഹദവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിൻ്റെ കള്ളി അരുമക്കിടാവിനോട് ട്ടുണർത്തി ചോദി. അപ്പോൾ മറുപടി മകൻ ചൊല്ലി ഉറച്ചു ചെയ്തി. അങ്ങനെ പോകുന്നു. പിന്നെ അതിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം താഴോട്ട് ഇങ്ങോട്ട് പോന്നാൽ കാണാം.
നല്ല, അതായത് ഈ ചരിത്രത്തിൻ്റെ വളരെ സംക്ഷിപ്ത വിവരം. കമഴ്ത്തി കിടത്തി മണ്ണിൽ ഇസ്മായിൽ നബിയോരെ കഴുത്തറുത്തിടുവാനായി ഉയർത്തി കത്തി. ഉടനെ കർത്താവിൻ മറുപടി അതു വിടുത്തിയതിൻ്റെ ബദൽ ബലിയർപ്പണം ചെയ്യാൻ കൊടുത്തു ഒരാട്ടിൻകുട്ടി ഖലീലുള്ളാക്ക്. വേഗം ആടിനെ അറുത്തു ഇബ്രാഹിം ഹക്ക്. അപ്പം എന്താ സംഭവം? ഇതാണ്. അതായത് ഈ ആയത്തിൽ പറയുന്നതിൻ്റെ വളരെ സംക്ഷിപ്തമായ നിലക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറുത്ത് കഴുത്തിൽ കത്തിവെച്ചു എന്നുള്ള ചരിത്രങ്ങളൊന്നും അത്ര പ്രബലമല്ല എന്ന് നമ്മുടെ അഖീദൻ്റെ ഉലമാക്കൾ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്ന് വിടുത്തുകയും അതിന് പകരമായ നിലക്ക് ഒരു ആട്ടിൻകുട്ടിയെ അള്ളാഹു തആല ബലിയർപ്പിക്കാനായി ദാനം ചെയ്യുകയുണ്ടായി. അതാ സംഭവം. അപ്പോൾ ഇഫ്അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ ചെയ്യുക. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നെ ക്ഷമാശീലന്മാരിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീനി വനാദൈനാഹു അൻ യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൽപ്പനയ്ക്ക് വഴിപ്പെടുകയും ഫലമ്മ അസ്ലമ രണ്ടുപേരും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ട് അതിന് മാനസികമായി തയ്യാറെടുത്ത് കഴിഞ്ഞു. ഉപ്പയും പിതാവും അള്ളാഹുവിന്റെ കൽപ്പനയാണ്. തൻ്റെ ഈ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ തനിക്ക് ലഭിച്ച ഏക സന്താനമാണ്. ആ പൊന്നോമന മകനെ ബലിയർക്കാനായിട്ടുള്ള കൽപ്പനയാണ് അള്ളാഹു നൽകിയിരിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന വന്നാൽ പിന്നെ എല്ലാം എന്ത് പ്രയാസങ്ങളും മാറ്റിവെച്ച് അതിന് തയ്യാറെടുക്കുന്ന ഒരു ത്യാഗി വര്യൻ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അങ്ങനെ അവർ രണ്ടുപേരും ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. എന്താ വതല്ലഹു ലിൽ ജബീൻ എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ നെറ്റിമേൽ ചരിച്ചുകൊണ്ട് കിടത്തുകയും ചെയ്ത സന്ദർഭം. അറുക്കാനായിട്ട് അതാ കമഴ്ത്തി കിടത്തി മണ്ണിൽ ഇസ്മായിൽ നബിയോരെ കഴുത്തറുത്തിടുവാനായി ഉയർത്തി കത്തിയുന്നതാ. വതല്ലഹു ലിൽ ജബീൻ, തൻ്റെ നെറ്റിയെ ചരിച്ചുകൊണ്ട് അറുക്കാനായിട്ട് ചെന്നിമേൽ ചരിച്ചു കിടത്തി എന്നർത്ഥം. തല്ലഹുൽ ജബി എന്ന് പറഞ്ഞാൽ അപ്പോൾ നാദൈനാഹു അൻ യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിമേ എന്ന് നാം വിളിച്ചു. അള്ളാഹുവിന്റെ ഓർഡർ വന്നു കഴിഞ്ഞു. ഇബ്രാഹിം ഖദ് സദ്ദഖത റുയാ, നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. എൻ്റെ സ്വപ്നം നിങ്ങൾ അത് പരിപൂർണമായ മനസ്സോടെ സമർപ്പണ ബോധത്തോടെ നിങ്ങളത് സാക്ഷാത്കരിക്കാൻ നിങ്ങൾ ശ്രമിച്ചിരിക്കുകയാണ്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇങ്ങനെ നമ്മുടെ കൽപ്പനകളും കാര്യങ്ങളൊക്കെ യഥാവിധി പൂർത്തീകരിക്കുന്ന, അത് എല്ലാ ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് എല്ലാ തടസ്സങ്ങളൊക്കെ മാറ്റി അതിന് വഴിപ്പെടുന്ന നന്മ ചെയ്യുന്ന ആളുകൾക്ക് നാം ഇപ്രകാരം പ്രതിഫലം കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ വഫദൈനാഹു ബിദിബിൻ അലീം, ഇത് വളരെ വ്യക്തമായ പരീക്ഷണം തന്നെയാകുന്നു. ഇന്നഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് വളരെ വ്യക്തമായ പരീക്ഷണമാണ്. പരീക്ഷണം തന്നെയല്ലേ, ഉറപ്പാണ്. ഏറ്റവും എൻ്റെ ഒരു ചെറിയ കുരുന്നിനെ തൻ്റെ ഏകമകനായ ഏകാവലംബമായ ആ കുരുന്നു മകനെ ബലിയർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമായ പരീക്ഷണം തന്നെയാകുന്നു. വഫദൈനാഹു ബിദിബിൻ അലീം, മഹത്തായ ഒരു ബലി കൊണ്ട് അദ്ദേഹത്തിന് നാം ദാനം ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറുക്കുന്നതിന് പകരമായിട്ട് ഒരാടിനെ അല്ലാഹു തആല അയച്ചു കൊടുക്കുകയും അതിനെ അറുക്കുകയും ചെയ്തു. അതിനനുസ്മരിച്ചുകൊണ്ടാണ് ഇന്നും ലോക മുസ്ലിമീങ്ങൾ എല്ലാ കാലത്തും ലോക മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇതിനെ ഉലുഹിയത്ത് എന്നുള്ള ബലികർമ്മം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ചുകൊണ്ടാണ്. സംസം വെള്ളം സംസം വെള്ളം ഫസ്റ്റുണ്ടായി എന്താണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ കാലിട്ടടിച്ചപ്പോൾ അല്ലേ? അതായത് ഇസ്മായിൽ നബി അലൈഹി സ്വലാം
എൻ്റെ കാലിട്ടടിച്ച ഭാഗത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചിറക് താഴ്ത്തി. അങ്ങനെയാണ് അവിടെ സംസം ഉത്ഭവിക്കുന്നത് ഇസ്മായിൽ നബി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ, യാതൊരു സംശയമില്ല. അത് ഏത് മുജാഹിദ് മൗലവി എതിർത്തിട്ടും കാര്യമല്ല. അത് ബുഖാരി കൊണ്ടൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ്, ലോകം മുഴുവൻ അംഗീകരിച്ച ഇജ്മാഉള്ള കാര്യമാണ് ആ കാര്യം. സംസം എന്നുള്ളത് ഇസ്മായിൽ നബി ഇസ്ലാമിൻ്റെ കാലം മുതൽക്കാണ് അതിൻ്റെ ഉത്ഭവം ഉണ്ടായത്. പിന്നീട് അത് മൂടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നീട് അബ്ദുൽ മുത്തലിബിൻ്റെ കാലത്താണത് രണ്ടാമത് ആ കിണർ അത് പുനരുദ്ധാരണം നടത്തിയിട്ട് അതിനെ സജീവമാക്കിയത്. അപ്പം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ കാലിട്ടടിച്ച ഭാഗത്ത് ജിബ്രീൽ അലൈഹി സ്വലാം തൻ്റെ ചിറക് താഴ്ത്തി അവിടെ നിന്നാണ് വെള്ളം ഉറവ് പൊട്ടിയത്. കാലിട്ടടിച്ചത് കൊണ്ടാണ് എന്നല്ല, ആ ഭാഗത്തു നിന്നാണ് ഉറവ് പൊട്ടിയത്. പിന്നെ ഏതായിരുന്നാലും ഇവിടെ അപ്പം ഈ സംഭവം എപ്പോഴാണ്? ഹലോ, മൈക്ക് പോയോ? ഹലോ, ഒന്നും പോയല്ല. 9:19. തമ്പുരാനെ, എന്തൊരു കഷ്ടമാണ് റബ്ബേ. ഇങ്ങനെ ഇപ്പോൾ പോയപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നോക്കുന്നത്. 13 വയസ്സ് ഇസ്മായിൽ നബിക്ക് ആയതിനു ശേഷമാണ് ആരുണ്ടാകുന്നത്? ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ഉണ്ടാകുന്നത്. 13 വയസ്സായതിനു ശേഷമാണ്. അപ്പോൾ ഈ യുവാവാവുന്നതിന് മുമ്പ് ആണ് ഈ അറുക്കുന്ന ഈ അറവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടായിത്തീർന്നത്. അങ്ങനെ ഒരു സംഭവം. പിന്നീട് 3 യാത്ര ഫലസ്തീനിൽ നിന്ന് തൻ്റെ കുടുംബത്തെ കാണാൻ, തൻ്റെ പൊന്നോമന മകനാണല്ലോ, ആ മകനെ കാണാൻ ആര് വന്നിട്ടുണ്ടെന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ബുഖാരിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബുഖാരിയുടെ വിവിധ റിപ്പോർട്ടുകളിലൂടെ മൊത്തം 4 യാത്ര. ഒന്നാമത്തെ യാത്രയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് 3 യാത്ര ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കയിലേക്ക് വന്നിട്ടുണ്ട്. ആരെ കാണാൻ? തൻ്റെ മകനെ കാണാൻ. അതിൻ്റെ ചുരുക്കം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാം യുവാവായി വളർന്ന് ജുർഹും ഗോത്രക്കാരിൽ നിന്ന് അറബി ഭാഷയൊക്കെ പഠിച്ച് ശരിക്കും ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഒരു ബഹുഭാഷാ പണ്ഡിതനാണെന്നാണ് പറയുന്നത് ചരിത്രം. കാരണം എന്തുകൊണ്ട്? അങ്ങനെ ഉണ്ടല്ലോ, ചില ആളുകളൊക്കെ സ്റ്റേറ്റ് മാറി കല്യാണം കഴിച്ചാൽ അതിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ എന്തുണ്ടാവും? അവർക്ക് 2 സ്റ്റേറ്റിലെയും ഭാഷ പിടികിട്ടും. അതുപോലെ ചില ഫാമിലികൾ, ഗൾഫിൽ വന്ന് താമസിക്കുന്ന ഫാമിലികൾ, അവർക്ക് ഇവിടെ വെച്ചുകൊണ്ട് അവർക്ക് കുട്ടികൾ ഉണ്ടാകാനുണ്ടെങ്കിൽ ആ കുട്ടികൾ എന്തായിരിക്കും? അവർക്ക് കുറേശ്ശെ അറബിയും സംസാരിക്കാനൊക്കെ കിട്ടും അല്ലേ? അങ്ങനെയൊക്കെ അനുഭവം ഉള്ളതുണ്ട് പല കുട്ടികൾക്കും. നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും ഭാഷ സംസാരിക്കുന്നതിന് പുറമെ ഈ പ്രാദേശിക ഭാഷയും ഇവിടെയുള്ള കുട്ടികളുമായിട്ട് ഇളകി ചേർന്നുകൊണ്ട് അറബി ഭാഷയും പഠിക്കും. അങ്ങനെ അതായത് ഭാഷകൾ പഠിക്കുന്ന ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറ് നമുക്കറിയാം. ഇതുപോലെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മ ആരാ? ഹാജറ ബീവിയുടെ ഭാഷ ഏതാ ശരിക്ക്? ഹാജറ ബീവിയുടെ ഭാഷ കാപ്റ്റിക് ഭാഷയാണ്, കിബിത്തി ഭാഷയാണ് എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. ഹാജറ ബീവിയെ അവിടുത്തെ രാജാവ് കൊടുത്തതാണല്ലോ. ആർക്ക്? സാറാ ബീവിക്ക് ദാനമായി നൽകിയതാണ് അവിടുത്തെ ഒരു ക്രൂരനായ ഭരണാധികാരി. നമ്മൾ ആ സംഭവം ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ. ഹാജറാബിയുടെ ഭാഷയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് അറിയാം. പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭാഷയും അറിയാം, ഹിബ്രു ഭാഷ അതും അറിയാം. അപ്പോൾ 2 ഭാഷ അങ്ങനെ തന്നെ, ഉപ്പയുടെ ഭാഷയൊന്ന് ഉമ്മയുടെ ഭാഷയൊന്ന്. അതേ അവസരത്തിൽ വളർന്നത് മക്കത്തായതുകൊണ്ട് ജുർഹും ഗോത്രക്കാരുമായി ഇടപഴകിക്കൊണ്ട് ഏതു ഭാഷയും പഠിച്ചു? ഇസ്മായിൽ നബി സ്വലാം അറബി ഭാഷയും പഠിച്ചു. മാത്രമല്ല, അറബി ഭാഷ പഠിച്ചു എന്ന് മാത്രമല്ല, ജുർഹും ഗോത്രക്കാരിൽ നിന്ന് വിവാഹം കഴിക്കുകയും ചെയ്തു. ആ ഇടയ്ക്ക് ആര് മരണപ്പെട്ടു? മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാം സ്വന്തമായിട്ട് ഇങ്ങനെ വളരുകയാണ്. വിവാഹം കഴിച്ചല്ലോ, ഒരു കുടുംബജീവിതമായി ജുർഹും ഗോത്രക്കാരുമായി വിവാഹബന്ധം സ്ഥാപിച്ച് അങ്ങനെ അവിടെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ മക്കളെ കാണാൻ വേണ്ടി, തൻ്റെ മകനെയും കുടുംബത്തെയൊക്കെ കാണാൻ വേണ്ടി വീണ്ടും ഫലസ്തീനിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് മക്കയിലേക്ക്. അങ്ങനെ ജുർഹും ഗോത്രക്കാരിൽ നിന്ന് ഈ സ്ത്രീയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ്
രണ്ടാമത്തെ വരവ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം വരുന്നത്. വീട്ടിൽ അങ്ങനെ മക്കയിലേക്ക് വന്നു നോക്കുമ്പോൾ അവിടെ ഇസ്മായിലിനെ കാണുന്നില്ല. ചോദിച്ചു, എവിടെ പോയി ഇസ്മായിൽ, എവിടെ പോയി? അപ്പോൾ ഈ സ്ത്രീക്ക് അറിയില്ല ഇത് ആരാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ പിതാവായ ഇബ്രാഹിം നബിയാണ് എന്നുള്ളത് ഈ സ്ത്രീക്ക് അറിയാം, ജുർഹും സ്ത്രീക്ക് അറിയില്ല. ഇസ്മായിൽ എവിടെ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് വേട്ടയാടാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്താണ് നിങ്ങളുടെ ജീവിത വിശേഷങ്ങളൊക്കെ, നിങ്ങളുടെ അവസ്ഥ എന്താണ്, സുഖമാണോ, ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സുഖമായി കഴിയാനുള്ള വക വല്ലതുണ്ടോ, അല്ലെങ്കിൽ പട്ടിണിയും കഷ്ടപ്പാടാണോ? അവരെ കുടുംബത്തിൻ്റെ അവസ്ഥ വിശേഷങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി സ്വലാം ഈ സ്ത്രീയോട് ചോദിച്ചറിഞ്ഞു. ഈ സ്ത്രീക്ക് മനസ്സിലാവുന്നില്ല ആരാണെന്ന്. അപ്പോൾ ഷക്കത്ത് ഇലഹി ലൈഖൽ ഐഷ്, വളരെയധികം വളരെ ദുരിതപൂർണമായ ജീവിതമാണ് ഇവിടെ ഞങ്ങൾക്ക്, ശരിക്ക് ഭക്ഷണമില്ല, അതുപോലെ പട്ടിണിയാണ് എന്നുള്ള അങ്ങനെ പല തിടുക്കും ബുദ്ധിമുട്ടും ഒക്കെ അങ്ങനെ പറഞ്ഞു. ആരോട്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട്. ഇത് കേട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം മനസ്സിലാക്കി, ഇവള് എന്താണ്, ഇവള് വിഷമങ്ങളും പ്രയാസങ്ങളും സഹിച്ച് ജീവിക്കാൻ പറ്റിയ ഒരു സ്ത്രീയല്ല, എൻ്റെ മകൻ ഇസ്മായിലിന് പറ്റിയ പെണ്ണല്ല എന്ന് ആര് മനസ്സിലാക്കി? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം മനസ്സിലാക്കി. ആ സ്ത്രീയോട് ഇത് പറഞ്ഞേൽപ്പിച്ചു. ഫൗസഹ അൻ തഖൂല ലി ഇസ്മായില അൻ യുഗയ്യിറ അതബത ബാബിഹി. പോകുമ്പോൾ പറഞ്ഞ് ഇസ്മായിൽ വന്നാൽ പറഞ്ഞേക്കേണ്ട വാതിൽ ഉമ്മറപ്പടി ഒന്ന് മാറ്റാൻ വേണ്ടി, ഉമ്മറപ്പടി മാറ്റാൻ വേണ്ടി ഒരാൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് വിവരം പറയാൻ വേണ്ടി ആരോട് പറഞ്ഞു? ഈ സ്ത്രീയോട് പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തു. ഇസ്മായിൽ നബി അലൈഹി സ്വലാം തിരിച്ചു വന്ന് നോക്കുമ്പോൾ തൻ്റെ പിതാവ് ഇവിടെ വന്ന് കുറേ നേരം കാത്തിരുന്ന് കാണാതെ തിരിച്ചുപോയി എന്നറിഞ്ഞു. പിന്നെ എന്തായി, അതിപ്പോൾ വന്നത് പിതാവാണെന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് മനസ്സിലായി. എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ വാതിലിൻ്റെ ഉമ്മറപ്പടി മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതും പറഞ്ഞു കൊടുത്തപ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാം പെട്ടെന്ന് മനസ്സിലായി എന്താണ് തൻ്റെ പിതാവ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവുകയും, എന്താണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? വീടിൻ്റെ ഉമ്മറപ്പടി എന്ന് പറഞ്ഞാൽ ആരാണ്? ആ വീട്ടിലെ തൻ്റെ ഭാര്യയാകുന്നു, ആ വീട്ടുകാരത്തിയാണ് ഉദ്ദേശം. മനസ്സിലായില്ലേ? ആ വീട്ടുകാരത്തിയെ മാറ്റണമെന്നാണ് തൻ്റെ പിതാവ് ഈ പറഞ്ഞതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ബുദ്ധിമാനായിരിക്കുന്ന ഇസ്മായിൽ നബി സ്വലാം മനസ്സിലാവുകയും ചെയ്ത് ഫതല്ലഖ ഇംറഅതുഹു തിൽക, അങ്ങനെ ആ സ്ത്രീയെ വിവാഹമോചനം ചെയ്തു. അപ്പോൾ ജുർഹും ഗോത്രക്കാരിൽ നിന്ന് ആദ്യം വിവാഹം കഴിച്ച ആ സ്ത്രീ ഒരു പ്രവാചകനാകുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോട് കൂടെ ജീവിക്കാൻ പറ്റിയ സ്ത്രീയല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അത് ഇബ്രാഹിം നബി സ്വലാം അത് ആ സ്ത്രീയെ തലാഖ് ചെല്ലണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് താൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ അതേപടി നടപ്പിൽ വരുത്തുകയും ഇസ്മായിൽ നബി സ്വലാം ആ സ്ത്രീ വിവാഹമോചനം നടത്തുകയും ചെയ്തു. രണ്ടാമത് ജുർഹും ഗോത്രത്തിൽ നിന്ന് വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു ഇസ്മായിൽ നബി അലൈഹി സ്വലാം. അതാരാന്ന് പറയുന്നത്? ഇബ്നത്തു മുലാൽ ഇബ്നു അംർ, അതായത് ജുർഹും ഗോത്രക്കാരുടെ വലിയ നേതാവായ അവരുടെ സയ്യിദായിരിക്കുന്ന മുലാൽ ഇബ്നു അംറിന്റെ മകളെയാണ് രണ്ടാമത് വിവാഹം കഴിച്ചതെന്നാണ് ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം അനുസരിച്ചുകൊണ്ട്. ജുർഹും ഗോത്രത്തിൽ തന്നെയാണ് രണ്ടാമത്തെ വിവാഹം കഴിച്ചത്. അങ്ങനെ ഇരിക്കെ അവർ ആ ജീവിതം, ആ ദാമ്പത്യ ജീവിതം നല്ല സന്തോഷത്തോടെ നീങ്ങുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മൂന്നാമത് അവിടെ മക്കയിലേക്ക് വരികയാണ്. അങ്ങനെ മൂന്നാമത് വന്നപ്പോഴും അത് മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നതെന്ന് അർത്ഥം. ആദ്യ ഒരു പ്രാവശ്യം വന്ന് ആദ്യ വിവാഹം കഴിച്ചതിന് ശേഷം പിന്നീട് ആ സ്ത്രീയെ ഒഴിവാക്കി വേറെ വിവാഹം കഴിച്ചിരിക്കുമ്പോഴാണ് രണ്ടാമത് ഇബ്രാഹിം നബി സ്വലാം. അപ്പോഴും ആരെ കണ്ടില്ല? ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ വീട്ടിൽ കണ്ടില്ല. ഫലം യജിദുഹു ഫറജഅ ഇലാ ഫലസ്തീൻ, ഫലസ്തീനിലേക്ക് മടങ്ങി. തൻ്റെ ഭാര്യയോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ ജീവിത അവസ്ഥയൊക്കെ എന്ന് ഭാര്യയോട് ചോദിച്ചതിന് ശേഷം ആ സ്ത്രീ എന്തു പറഞ്ഞു? അപ്പോൾ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി സ്വലാമിൻ്റെ ഭാര്യ പറഞ്ഞു, വളരെ ഹൈറാണ്, വളരെ സന്തോഷമാണ്, ഒരു ബുദ്ധിമുട്ടില്ല, ഒക്കെ അൽഹംദുലില്ലാ ഹൈർ തന്നെയാണ്, ഞങ്ങൾക്ക് ജീവിതമൊക്കെ നല്ല റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത ആരോട് പറഞ്ഞു? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞപ്പോൾ ഫൗസാ ഇലാ ഇസ്മായില അൻ യുസബ്ബിത അതബത ബാബിഹി. അപ്പോൾ പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞേൽപ്പിക്കുകയും ചെയ്ത് ഉമ്മറപ്പടി ഉറപ്പിച്ച് നിർത്താൻ. ഈ ഉമ്മറപ്പടി ആണ് നമുക്ക് പറ്റിയത്, അതായത് ഈ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളൂ, ഈ സ്ത്രീ നിനക്ക് പറ്റിയവളാണ് എന്ന അർത്ഥത്തിൽ ഉമ്മറപ്പടി അവിടെ തന്നെ ശരിയായ നിലയ്ക്ക് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ഇസ്മായിൽ നബി അലൈഹി സ്വലാമോട് പറയാൻ ഏൽപ്പിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി സ്വലാം അവിടെ നിന്ന് സ്ഥലം വിട്ടത്. അങ്ങനെ 3 യാത്രയല്ലോ. അപ്പം ഇങ്ങനെ 3 യാത്ര. നാലാമതൊരു യാത്ര. അങ്ങനെ
മറ്റൊരു സന്ദർഭത്തിൽ നാലാമത്തെ ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഫലസ്തീനിൽ നിന്ന് വന്നപ്പോൾ ആരെ കണ്ടു യഥാർത്ഥത്തിൽ? അന്ന് ഏതായാലും അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി ഇസ്ലാമിന്റെ മകനെ കണ്ടു. എങ്ങനെയാണ് പോയത്? എന്ന് കണ്ടതാണ്? തന്നെ അറുക്കാൻ വേണ്ടി സ്വപ്നം കണ്ട് അറുക്കാൻ വേണ്ടി കമഴ്ത്തി കിടത്തി കത്തി ഉയർത്തി അറുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന വന്ന് നിർത്താൻ പറഞ്ഞു, അറുക്കരുത് എന്നുള്ള ഓർഡർ വരികയും അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് തൻ്റെ മകനെ തിരിച്ചു കിട്ടിയതിൽ വളരെയധികം സന്തോഷം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അങ്ങനെ നാട് വിട്ട ഫലസ്തീനിലേക്ക് തിരിച്ചുപോയ ഇബ്രാഹിം നബി ഇസ്ലാം പിന്നെ കാണുന്നത് മൂന്നാമത്തെ വരുത്തിലാണ്. ആരെ കാണുന്നത്? മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കാണുന്നത്. ഇസ്മായിൽ നബി അവിടെ അടുത്ത് തന്നെ വഹു എബി നബിലൻ ലഹു തഹത്ത ദൗഹത്തിൻ ഖരീബ മിൻ സംസമ, സംസം കിണറിന്റെ സംസം കെട്ടി നിർത്തിയ സ്ഥലമുണ്ടല്ലോ, അതിനോട് അടുത്തുള്ള വലിയൊരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരു അമ്പ് ഇങ്ങനെ ചെത്തി മിനിക്ക് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നൊക്കെ എന്ന് വെച്ചാൽ അമ്പ് ചെയ്തുകൊണ്ടാണല്ലോ എന്തെങ്കിലുമൊക്കെ വേട്ടയാടാൻ പോകുന്നത്. അമ്പ് ചെയ്തുകൊണ്ട് വേട്ടയാടിയിട്ട് എന്തെങ്കിലും ഉപജീവനം നോക്കുന്ന കാലഘട്ടമായിരുന്നു. അങ്ങനെ ഒരു അമ്പ് ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടേക്ക് കടന്നു ചെല്ലുന്നത്. ഫലമ്മാറാഹു ഖാമ ഇലൈഹി ഫസനാ കമാ യസ്നഉൽ വാലിദു ബിൽ വലദി വൽ വലദു ബിൽ വാലിദി, തന്നെ കണ്ട തൻ്റെ പൊന്നോമന മകനെ കണ്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വെച്ചു. വകാന ലിഖാഹുമാ ബഅദ ഫത്രത്തിൻ തവീലത്തിൻ മിന സമൻ, ഒരുപാട് കാലത്തിന് ശേഷമാണ് തൻ്റെ മകനെ കാണുന്നത്. ഖല്ലമാ യസ്ബറു ഫിഹൽ അബുൽ കബീർ ലവാഹ്, സ്നേഹനിധിയായ പിന്നെ ആ ഒരു പിതാവ് ഇത്രയും തൻ്റെ പൊന്നോമന മകനെ തൊട്ട് കാണാതിരിക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ അത്രമാത്രം പിന്നെ ഒരു നീണ്ട സമയത്തിന് ശേഷമാണ് ബഹുമാനപ്പെട്ടവർ ഈ രണ്ട് പ്രവാചകന്മാർ ഉപ്പയും പിതാവും തമ്മിൽ കാണുന്നതും. അങ്ങനെ അവർ കണ്ടുമുട്ടി വളരെയധികം ആശ്ലേഷിച്ചുകൊണ്ട് പരസ്പരം പിന്നെ അന്വേഷണങ്ങളൊക്കെ നടത്തി. ഈ സന്ദർഭത്തിലാണ് ഇങ്ങനെ അവിടെ വെച്ച് കണ്ടുമുട്ടുകയും തൻ്റെ മകൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവിടെ താമസിക്കുന്നതിൻ്റെ ഇടയിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാകുന്നു. എന്താ കൽപ്പന ഉണ്ടാകുന്നത്? കാബം പുനരുദ്ധരിക്കണമെന്ന് ആണോ. അപ്പോൾ കാബാലയം പുനരുദ്ധരിക്കാൻ വേണ്ടി നമുക്കറിയാലോ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും മകനെയും കൂട്ടിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാബം പുതുക്കി പണിയുന്നത്. ആ സംഭവങ്ങളൊക്കെ പ്രസിദ്ധമാണ്. പരിശുദ്ധ ഖുർആനിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വാദിം ബിന്നാസി ബിൽ ഹജ്ജി ഏതൂക്ക റിജാലൻ വഅലാ കുല്ലി ആമിരിൻ യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഓ ഇബ്രാഹിം നബിയെ, നിങ്ങൾ ജനങ്ങളോട് ഹജ്ജിന് വേണ്ടി വിളിച്ചു പറയണം. അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അവർ നിങ്ങളെക്കൊള്ളെ കാൽനടയായിട്ടും മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തിൻ്റെ മുകളിൽ അവർ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജബൽ അബി ഖുബൈസിൽ കയറിക്കൊണ്ട് ലോകത്തുള്ള ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഇൽമിൽ ഹജ്ജ് ചെയ്യുമെന്ന് രേഖപ്പെടുത്തിയതായിരിക്കുന്ന അറിഞ്ഞതായിരിക്കുന്ന ആളുകളോട് എല്ലാം ഹജ്ജിന് വരാൻ വേണ്ടി മൊത്തത്തിൽ അവർ അറിയിക്കുകയും പിതാക്കളുടെ മുതുകിലൂടെയുള്ള എല്ലാ ആളുകളും ഹജ്ജിന് വരാൻ അള്ളാഹുവിൻ്റെ വിധിയുണ്ടായ എല്ലാ ആളുകളും അത് കേട്ട് ഉത്തരം ചെയ്യുകയും ചെയ്തു. ആ വിളിയെ അതിന് മറുപടി എന്നുള്ള രൂപത്തിലാണ് ലബ്ബൈക്ക് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അള്ളാഹുവേ നീ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ നാവ് മുഖേന ഹജ്ജിലേക്ക് ക്ഷണിച്ചതായിരിക്കുന്ന ആ ക്ഷണത്തിനെ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടതാ നിന്റെ വിളിയെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നർത്ഥം വരുന്ന ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് ലോകത്തിന് നാനാഭാഗത്തു നിന്നും ആളുകൾ കഅബ ഷരീഫിലേക്ക് ഹജ്ജിനായി വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ മുന്നോടി എന്ന നിലക്കാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും കൂട്ടി കാബം പുനരുദ്ധരിച്ചത്. അത് നമുക്കറിയാം, ചരിത്രം ചുരുക്കുകയാണ്. അങ്ങനെ കാബം പുനർനിർമ്മാണം നടത്തി അവിടെയൊക്കെ എല്ലാം കാര്യങ്ങളൊക്കെ കഴിച്ചു കൂട്ടിയതിനു ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം വീണ്ടും എങ്ങോട്ട് പോയി? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഫലസ്തീനിലേക്ക് തന്നെ വീണ്ടും പോയി. അങ്ങനെ കാലങ്ങൾ അതിവേഗം കറങ്ങി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് ഈ രണ്ടാമത്തെ മുലാദ് എന്നവരുടെ മകളിൽ നിന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാം 12 മക്കളെ കൊടുത്തു. കണ്ടോ, 12 മക്കളുണ്ടായി. ഈ രണ്ടാമത്തെ വിവാഹത്തിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാം 12 മക്കളുണ്ട്. ആരൊക്കെയാണ്? നാബിത്ത് അല്ലെങ്കിൽ നെബായൂത്ത്. നാബിത്ത് എന്ന ഒരു മകൻ, പിന്നെ കൈദാറ്, അദ്ബായിൽ, മിബ്ഷാമ്, മിഷ്മാ, ദോമ, മീഷ, മെയ്ഷ, പിന്നെ ഹദദ്, തൈമ, യത്തൂർ, നഫീസ്, കൈദുമാൻ തുടങ്ങിയതായിരിക്കുന്ന 12 മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ രണ്ടാമത്തെ ഭാര്യയിലൂടെ നൽകി.
ഈ 12 മക്കളിൽ നിന്ന് 12 കബീലയാണ് പിന്നീട് ഉണ്ടാകുന്നത്. മനസ്സിലാക്കണം, അറബികളുടെ ചരിത്രം പറഞ്ഞു വരുന്നത്. അറബികൾ, അതായത് അദ്നാനി അറബികൾ എങ്ങനെ ഉടലെടുത്തു എന്നുള്ളതിൻ്റെ ചെറു വിവരണമാണ്. കേൾക്കുന്നില്ലേ സുഹൃത്തുക്കളെ?